പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മക്കയിലും മദീനയിലും മൗലിദ് പാരായണവും മീലാദാഘോഷവും ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഇന്ന് വലിയ ചർച്ചാ വിഷയമാണ്. നമ്മുടെ നാടുകളിലൊക്കെ നിരന്തരം കവലാന്തരങ്ങളിൽ പോസ്റ്ററുകൾ വരുന്നു, കട്ടൗട്ടുകൾ വരുന്നു. പല ആളുകളും ഉൽപ്പതിഷ്ണുക്കളായ വിധൈകളായ മതയുക്തിവാദികളായ മതത്തിൻ്റെ ഉള്ളിലുള്ള യുക്തിവാദി. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ്? ഇങ്ങനെ ഒരു ആഘോഷം ലോകത്ത് മക്കയിലോ മദീനയിലോ നടന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചു. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ മൗലിദ് പാരായണം നടത്തിയിട്ടില്ല, സ്വഹാബത്ത് നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് അത് പോയി. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ കടന്നു വന്നു, ഒരുപാട് ആചാര്യന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവരെ കുറിച്ചൊന്നും അവരുടെ അനുയായികൾ മദ്ഹ് ചെയ്യാൻ പാടില്ല എന്നോ അവർ അത് ആഘോഷിക്കുന്നത് തെറ്റാണോ എന്നോ ആ മതത്തിൻ്റെ ആളുകൾ ആരും പറയുന്നു. യേശു ക്രിസ്തു, അദ്ദേഹത്തിൻ്റെ നമ്മൾ വിശ്വസിക്കുന്ന മഹാനായ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പിറവിയോട് അനുബന്ധമായി ക്രൈസ്തവർ ആചരിക്കും. നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾ ശ്രീകൃഷ്ണ ജയന്തി, അവരുടെ ശ്രീകൃഷ്ണൻ ജനിച്ചതായ ദിവസത്തെ ആദരിച്ചുകൊണ്ട് അവരത് ആഘോഷിക്കും. പക്ഷേ അതിൽ നിന്നോ അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്നോ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്നോ കടമെടുത്തതല്ല ഇസ്ലാമിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ്. അത് ആഘോഷിക്കേണ്ടതാണ്, ആചരിക്കേണ്ടതാണ് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. അല്ലാതെ ഇത് ഇന്നും നില കിട്ടിയതല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഉൽപ്പതിഷ്ണുക്കൾ അല്ലെങ്കിൽ മതയുക്തിവാദികൾ പറയുന്നത് പോലെ മുദഫർ രാജാവിൻ്റെ കാലത്ത് ഒരു ഇർബൽ ഭരിച്ച രാജാവ് തുടങ്ങിയതാണ് എന്നൊന്നും. വിശുദ്ധമായ ഖുർആനിൽ അതിന് തെളിവുണ്ട്, പരിശുദ്ധമായ ഹദീസിൽ അതിന് തെളിവുണ്ട്. ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുജ്തഹിദീങ്ങളായ സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ അതിന് തെളിവുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ സമയങ്ങളെടുക്കും. വളരെ കൃത്യമായി മക്കയിലും മദീനയിലും നടന്ന മീലാദാഘോഷ പരിപാടിയെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം. അതാണല്ലോ ഇപ്പോൾ ഇന്ന് വലിയൊരു ചോദ്യം. ഞങ്ങളിപ്പോൾ അൽഹംദുലില്ലാഹ് മക്കയിൽ ഇവിടുത്തെ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ ലോക മുസ്ലിമീങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഇവിടെ പരിശുദ്ധമായ ഹറമിൻ്റെ പള്ളിയിൽ പല ഇമാമിയങ്ങളുമുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന പലതരത്തിലുള്ള വിശ്വാസക്കാർ, പലതരത്തിലെന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള മദ്ഹബി കാഴ്ചപ്പാടുകളുള്ളവർ, അതേപോലെ തന്നെ പല രീതിയിലുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്നവർ പലരും ഇവിടെയുണ്ട്. അവരെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ. ഭൂരിപക്ഷം ആളുകളും മദ്ഹബുള്ളവരാണ്. അതാണ് അതിൻ്റെ ശരിയും. മഹാനായ ഇമാം സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ 4ൽ ഒരു മദ്ഹബിനെ സ്വീകരിക്കാത്ത ആള് ളാലും മുദില്ലുമാണ്. അവൻ പിയച്ചവനാണ് എന്ന് മാത്രമല്ല അവൻ മറ്റുള്ളവരെ പേപ്പിക്കുന്നവനുമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാണ്. അപ്പം 4ൽ ഒരു മദ്ഹബ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഹറമിൻ്റെ അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഇല്ല. ഇവിടെ ഏകദേശം 300 കൊല്ലങ്ങൾക്കപ്പുറം അതുവരെ ഈ സംഗതി സ്റ്റോപ്പായിട്ട്. ഏത് സംഗതി? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സ്റ്റോപ്പായിട്ട്. അതിൽപ്പെട്ടതാണ് പല കാര്യങ്ങൾ. ഹറമിൽ മന്ത്രം അങ്ങനെയുള്ള സംഗതി ഹറമിൻ്റെ മണ്ണിൽ നടന്നു. മൗലിദ് പാരായണം നടന്നു. മഹാന്മാരായ മഹദിമാരായ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അതിൻ്റെ മുകളിൽ കുബ്ബ സ്ഥാപിച്ചു. പിന്നെ എന്നു മുതലാണ് അതൊക്കെ ഇല്ലാതെയായത് എന്ന് കൃത്യമായി നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ എന്തിനും ഏതിന് തെളിവ് ചോദിച്ച് നടക്കുന്ന ആളുകൾ അത് റസൂൽ ചെയ്തിട്ടുണ്ടോ? എന്നാൽ അവിടെ തിരിച്ച് നമുക്ക് അവരോട് ചോദ്യം. അവരൊക്കെ വൺ വേ ആണ്. ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് ചോദിക്കാൻ. എന്താണ്? ഇങ്ങോട്ട് ചോദിക്കുക, അങ്ങോട്ട് ചോദിക്കുക. എന്തുണ്ടെങ്കിലും അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ആയത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഹദീസ്, ഹദീസും പാടെ കൊടുക്കുമ്പോഴോ അതിൽ അത് ലൈഫാണ്. ഖുർആൻ ആയത്ത് പോലും ലൈഫാണ് എന്ന് പറയാൻ മടിക്കാത്ത ആളുകളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഖുർആൻ ആയത്ത് പോലും അത് ദുർബലമാണ് എന്ന് പറയാൻ അവർക്ക് മടിയില്ല. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഇത് സംഭവം, സഹീഹുൽ ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ ആ സഹീഹുൽ ബുഖാരിയിൽ ലൈഫുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഒരു വിഭാഗമായ ഒരു തരം തായുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഇതിങ്ങനെ കൂടുതൽ പറഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നാളിതുവരെയുള്ള വിശ്വാസങ്ങൾ അത് കൊണ്ടുപോകും. പറഞ്ഞു വരുന്നത് പരിശുദ്ധ മക്കയിലും മദീനയിലും ഈ സാഹചര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ?
ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തിനും തെളിവ് ചോദിക്കുന്ന ആളുകൾ അത് റസൂൽ എഴുതിയിരുന്നു. എന്നാൽ നമുക്കറിയാം 6 സ്വഹീഹ് ഗ്രന്ഥങ്ങൾ, സിഹാഹു സിത്ത, ബുഖാരി, മുസ്ലിം, നസായി, ഇബ്നു മാജ, തിർമിദി, അബൂ ദാവൂദ്. ഈ 4 ഹദീസ് ഗ്രന്ഥങ്ങൾ സിഹാഹു സിത്തയാണ്, ആധികാരികമായ ഹദീസ് ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അതുണ്ട്. എന്തിന് നമ്മളെ പള്ളികളിൽ നമ്മൾ മനോഹരമായ AC, അത് റസൂലുള്ളാഹിന്റെ കാലം. അവന് AC ഒക്കെ പള്ളിയിൽ നല്ല ഫാൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ മൈക്ക് സിസ്റ്റങ്ങൾ, റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു മൈക്ക് സംസാരിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന്ന് മദ്രസ, അന്നത്തെ ഒരു വേറൊരു രൂപമാണ്, ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഒരു ഗുരുമുഖത്ത് നിന്ന് ഒരു വട്ടമളഞ്ഞിരുന്നു കൊണ്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം. അന്ന് ബോർഡില്ല, ഡെസ്കില്ല, ബെഞ്ചില്ല, ഒന്നുമില്ല. അതിന് കരിക്കുലമില്ല, വിദ്യാഭ്യാസ ബോർഡില്ല, ഒന്നുമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് മദ്രസയുടെ സദർ മുഅല്ലിമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തിരിച്ചു വെക്ക്, ചോദിക്കുന്ന ആളോട് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെ രേഖ തെളിയിച്ചു തരാൻ കഴിയും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ച സമയം എപ്പോഴായിരുന്നു? അങ്ങനെ പല രീതിയിലും യുക്തിവാദികളുടെ ചോദ്യം പോലെ മതയുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം, അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? സഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ? അതിന് തെളിവെന്താ? ഡസൻ കണക്കിന് തെളിവുകളുണ്ട്. ആ തെളിവുകൾ അംഗീകരിക്കാനുള്ള മനസ്സ് നിൽക്കുവാണ്. അത്രയേ ഉള്ളൂ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയാൻ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹ്. ഇതാണ് അതിൻ്റെ അർത്ഥം. ഖുൽ നബിയെ അങ്ങ് പറയുക, ബിഫദ്ലില്ലാഹി അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട്. അല്ലാഹു പറയാ എന്ത്? അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിൻ്റെ കാര്യം. ആ കാരുണ്യം കൊണ്ട്, ആ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക ഫൽയഫ്റഹിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. ഫൽയഫ്റഹു എന്നാൽ മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ എന്നാണ്. എന്താ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ? അല്ലേ, ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഏതുകൊണ്ട് സന്തോഷിക്കട്ടെ എന്നാ ഖുർആനിൽ പറഞ്ഞത്? ഫബി റഹ്മത്തിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്. ആരാണ് ഈ റഹ്മത്ത്? ഖുർആൻ മനസ്സിലാക്കിയ, ഖുർആൻ ഉൾക്കൊണ്ട, ഖുർആൻ യഥാർത്ഥത്തിൽ വ്യാഖ്യാനിക്കും. ശായിരില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നതിന് അള്ളാഹുവിൻ്റെ വിഗ്രഹങ്ങൾ, സഫൈ മർവൈ വിഗ്രഹങ്ങളാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച യുക്തിവാദിയായ ജബ്ബാറിനെ പോലെയുള്ള ആളുകളെപ്പോലെ ഇന്ന് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യും. ആര്? മതയുക്തിവാദികൾ. ഇസ്ലാമിൻ്റെ അകത്തുള്ള മതയുക്തിവാദികൾ അവരെ ഇതിനെ ഇത് ചെയ്യുന്നു. അതായത് നമ്മുടെ നാട്ടിലെ മുജാഹിദ് ജമാഅത്ത് നബിദിനം ആഘോഷം പാടില്ല എന്ന് പറയുന്നവര് ഇതിനെ വ്യാഖ്യാനിക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾക്ക് ആ മഹാനെ എവിടെയാണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ആ ആയത്തിലെ ഈ റഹ്മത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ. വബിറഹ്മതി എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിൻ്റെ റസൂൽ. ബിറഹ്മതി എന്ന് പറഞ്ഞാൽ ആരാ? മുത്ത് മുഹമ്മദ് റസൂൽ അല്ലേ? ഖുർആനിലെ ഒരു സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് അനുഗ്രഹഭൂതനായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല. അപ്പൊ മറ്റൊരിടത്ത് ഈ റഹ്മത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തരുന്നത് ആരെ കുറിച്ചാണ്? അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്ത് ഏതാ? അള്ളാഹുവിന്റെ റസൂൽ. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടി എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിച്ച, ആ റസൂലിനെ ലഭിച്ചത് കൊണ്ട് വിശ്വാസികൾ ആ നബിയെ കൊണ്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ ഖുർആന്? അവരെന്താക്കട്ടെ? സന്തോഷിക്കട്ടെ എന്നാ. ഈ സന്തോഷം പിന്നെ അന്ന് ദുഃഖിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച അന്ന് അട്ടഹസിച്ച് കരഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അതാരാ? പിന്നെ ആകെ 4 സമയത്താണ് കരഞ്ഞത്. അട്ടഹസിച്ച് ലഅനത്തുല്ലാഹി. ഒന്ന്, അള്ളാഹു ഓൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഓൻ കരഞ്ഞു. അതുപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഭൂജാതനായ ദിവസം അട്ടഹസിച്ച് കരഞ്ഞ മനുഷ്യനാണ് ആര്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി. അങ്ങനെ കരയണമെന്നാണ് പറയുന്നത്.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വരവിൽ വിശ്വാസികൾ സന്തോഷിക്കും. ഖുർആനാ പറഞ്ഞത്, ഖുർആൻ. ഇനി നിങ്ങൾക്ക് മീലാദ് ആഘോഷിക്കാൻ തെളിവ് ധാരാളം വേണോ? ഒരൊറ്റ തെളിവ് മതി മുഅ്മിനീങ്ങൾക്ക്. കൂടുതൽ തെളിവിൻ്റെ ആവശ്യമല്ല. ഈമാനുള്ള മനുഷ്യന്മാർക്ക് അത് അംഗീകരിക്കും, അത് ഉൾക്കൊള്ളും. അതിന് ഈമാൻ വേണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സുഇലാൻ സൗമി യൗമിൽ ഇത്നൈൻ, നബിയെ നിങ്ങൾ എന്തിനാ തിങ്കളാഴ്ച നോമ്പ് വെക്കുന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് നബിയെ നിങ്ങൾ തിങ്കളാഴ്ച തോറും നോമ്പ് നോൽക്കുന്നത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്താ? ദാലിക യൗമുൻ ഫീഹി ഉലിത്തു. എന്താ പറഞ്ഞത്? ദാലിക യൗമുൻ ഫീഹി ഉലിത്തു. നബി അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഞാൻ തിങ്കളാഴ്ച തോറും നോമ്പ് നോൽക്കുന്നത് അന്ന് എൻ്റെ ജന്മദിനമാണ്. ദാലിക യൗമുൻ, അതൊരു വല്ലാത്ത ദിവസമാണ്. ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ഈ ലോകത്ത് പൂജാതനായത്, ഞാൻ ഈ ലോകത്ത് ജനിച്ചത്. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച ദിവസം ആദരിച്ച് ബഹുമാനിച്ച് അള്ളാഹിൻ്റെ റസൂല് ഇസ്ലാമിൽ ഒരു കർമ്മം ചെയ്യാണ്. അതെന്താ? നോമ്പ്. എല്ലാ തിങ്കളാഴ്ച നോമ്പ്. അതിന് കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നബി പറഞ്ഞ വേറെ എന്തെങ്കിലും ആണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. റസൂൽ എന്താ പറഞ്ഞത്? എന്നാണ് ഞാൻ. അപ്പോൾ ഒരു കർമ്മം. അപ്പം നമ്മളെല്ലാവരും നോമ്പ് വെച്ചാൽ പോരെയെന്ന് എല്ലാവരും ചോദ്യം. അതിനെന്താ നോമ്പ് വെക്കാം? ചിലർക്ക് അന്ന് സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് പല കാഴ്ച വെക്കാം, മൗലിദോദാം, മധു ഗീതങ്ങൾ പാടാൻ പറയാം, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാം, അങ്ങനെ വ്യത്യസ്തമായ സംഗതികൾ ചെയ്യാം. അതിന് യാതൊരു തെറ്റില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്ത് നോമ്പ് നോറ്റതിൻ്റെ പ്രധാന കാരണം അത് നബി തങ്ങൾ ജനിച്ച ദിവസത്തെ അവിടുന്ന് തന്നെ ആഘോഷിച്ചതാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ ആയത്ത് അതിന് തെളിവാണോ? അതിന് തെളിവാണെന്ന് ആര് പറഞ്ഞു? ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞണോ എന്ന് ചോദിക്കുവരും. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ്, ലോകപ്രസിദ്ധനായ മഹാപണ്ഡിതൻ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തൻ്റെ മദ്ഖലിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫബിദാലിക ഫൽയഫ്റഹു എന്നുള്ളതിൻ്റെ അർത്ഥത്തിലും അതുപോലെ തന്നെ ദാലിക യൗമുൻ ഫീഹി ഉലിത്തു, നോമ്പിനെ സംബന്ധിച്ച്, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് നബി തങ്ങളോട് ചോദിച്ചല്ലോ. അപ്പോൾ റസൂലുള്ളാഹി ഞാൻ അന്ന് ജനിച്ചു എന്ന്, എൻ്റെ ജന്മദിനമായത് കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. ആ ഹദീസിൻ്റെ അർത്ഥത്തിൽ, അടിസ്ഥാനത്തിൽ മീലാദ് ആഘോഷിക്കാൻ ഇത് തെളിവാണെന്ന്, അത് അതിന് പര്യാപ്തമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തൻ്റെ മദ്ഖലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു മടിയും പ്രയാസവും ശങ്കിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരുടെ ഈ പറയുന്ന എതിരാളികളായ ആളുകൾ ഇതിനെ വിമർശിക്കുന്ന റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ അവർ ഇബ്ലീസിൻ്റെ പണിയാണ്. റോഡുകൾ മുഴുവൻ കട്ടൗട്ട് ബോർഡുകൾ, ബാനറുകൾ, നബിദിനം, ശിർക്ക്, ബിദ്അത്ത്, അനിസ്ലാമികം. ഇപ്പം ഷിർക്ക് എന്ന് പറയാൻ അവർക്ക് മടിയായി. പണ്ട് ഷിർക്ക് എന്ന് പറഞ്ഞു, ഇപ്പം ഷിർക്ക് എന്ന് പറയുന്നത് ബിദ്അത്ത്, അനിസ്ലാമികം. എന്നാൽ നബിദിനം നമ്മളെ കേരളത്തിൽ ആദ്യമായിട്ട് ആഘോഷിച്ചതാരാ? നമ്മളൊക്കെ വരുന്നതിന് മുമ്പ്, ഇവിടെ സമസ്തി മറ്റു സംഘടനകളൊക്കെ വരുന്നതിന് മുമ്പ് ആഘോഷിച്ച ആളുകളാണ് ഇവരെ മൂലയും. യഥാർത്ഥത്തിൽ വഹാബി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ 920 24 അവർ രജിസ്റ്റർ ചെയ്ത് സംഘടനയുണ്ടായി. ആ വിഭാഗം ആളുകൾ അവരുടെ ആചാര്യന്മാരായ സാക്ഷാൽ KM മൗലവി, മുജാഹിദ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത KM മൗലവി, അദ്ദേഹം, അതേപോലെ MCC മൗലവി, CN അഹമ്മദ് മൗലവി, PK മൗലവി, EK മൗലവി, ഈ പറഞ്ഞ ആളുകളൊക്കെ നബിദിനം ആഘോഷിച്ചു. അവരന്നത്തെ കാലത്ത് ഇറക്കിയിരുന്ന പ്രസിദ്ധീകരണമാകുന്ന അൽ മുർഷിദിൽ, അത് മശ്രിഖ് മുതൽ മുത്തുനബിയുടെ മീലാദ് ആഘോഷം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ആചരിക്കുന്ന ആചാരമാണ് എന്ന് ഏത് പുസ്തകത്തിലുണ്ട്? ഏത് പ്രസിദ്ധീകരണത്തിലുണ്ട്? അൽ മുർഷിദ്. അന്നത്തെ അൽ മുർഷിദ് നോക്കിയാൽ അവരുടെ ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ അവരുടെ നേതാക്കന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ ആഘോഷിച്ചിട്ടുണ്ട്, അവർ മൗലിദ് ഓതിയിട്ടുണ്ട്. അന്ന് മധുരം വിതരണം ചെയ്യണം എന്ന് പോലും അവർ ആ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആരാഘോഷിച്ചു? ഈ സംഘടനയ്ക്ക് സമസ്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാളുകൾ ആഘോഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം ചില ആളുകൾക്ക് അത് എന്താണ്? അലർജിയാണ്. അതെന്താണ്? പറഞ്ഞു പൊട്ടുകയാണ്. ഇനിയിപ്പോൾ അതിന് കഴിച്ചില്ല മാർഗം. ലോകം അത് ഉൾക്കൊള്ളുന്നുണ്ട്, ലോകത്തുള്ള ജനത അത് ഉൾക്കൊള്ളുന്നുണ്ട്, ലോകത്തുള്ള വിശ്വാസികൾ. നോക്കൂ നിങ്ങൾ, ഇന്ന് ഇന്തോനേഷ്യയിൽ പോയാൽ വമ്പിച്ച നബിദിന ജാഥയും അതുപോലെ മീലാദ് സമ്മേളനങ്ങളും അതിൻ്റെ ഇഹ്തിഫാലാത്തുകളും ലോകത്തെവിടെയും, ഇറാനിൽ, ഈജിപ്തിൽ, ലബനാനിൽ, ഫലസ്തീനിൽ ഇപ്പോൾ അവിടുത്തെ മക്കളെ കാര്യം കഷ്ടമാണ്. പക്ഷെ ഫലസ്തീനിൽ വരെ അവർ വമ്പിച്ച നബിദിനാഘോഷ പരിപാടി നടത്തി.
നമ്മളെ ഇന്ത്യയിൽ എവിടൊക്കെ എല്ലാ ഭാഗങ്ങളിലും, പാകിസ്ഥാനിൽ, അങ്ങനെ ലോകത്ത് മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നു. അവിടുത്തെ മീലാദ്, മൗലിദ്, ഘോഷ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ഇതിനെ വിമർശിക്കുന്ന, നഖശികാന്തം എതിർക്കുന്ന ഈ മതയുക്തിവാദികൾ, അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ വീടുകളിൽ ബർത്ത്ഡേ മീലാദ്, സ്വന്തം മീലാദ് ആഘോഷിക്കും. എനിക്ക് പരിചയമുള്ള ഒരുപാട് മൗലവിമാരുണ്ട്. അവർ പല സ്കൂളുകളുടെ അറബിക് മുൻഷിമാരായിരുന്നു. അവരെ കുട്ടികൾ മിഠായി കൊടുക്കും. അറബിക് മുൻഷിമാരാണ്, മൗലവിമാരാണ്, പഠിച്ച ആളുകളാണ്. എന്നിട്ട് അവർക്ക് ബർത്ത്ഡേ ഒരു വിഷയം, ഹാപ്പി ബർത്ത്ഡേ ടു യു, അത് കുട്ടികളോട് പറയിപ്പിക്കും ചെയ്യും. അത് തെറ്റാണ്. അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന ചോദ്യം. ലോകം പടക്കാൻ ഹേതുഭൂതരായ ലോകത്തിൻ്റെ നായകൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മീലാദ് ആഘോഷിക്കുന്നതാണ് ഇവർക്ക് വല്ലാത്ത കൃമികടിയുള്ളത്. ഇവർക്ക് വല്ലാതെ ഹാലിളകുന്നത് ഹബീബായ നബി തങ്ങളെ മീലാദിനാണ്. ധാരാളം തെളിവുകൾ അത് സംബന്ധമായിട്ടുണ്ട്. ഖുർആനിലുള്ളത് ഇവിടെ ഉദ്ധരിച്ചു, ഹദീസിൽ വന്നത് ഉദ്ധരിച്ചു. ഇനി മഹാന്മാരായ ആളുകളുടെ ഇജ്മാ, അവരുടെ ഒരുമിച്ച് കൂടി അവർ പറഞ്ഞ കാര്യം എന്താണ്? മഹാന്മാരെ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? പിന്നെ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാത്തിനും മക്കത്തും മദീനത്തേക്കോ അവിടെ ഉണ്ടായിനോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ടായിനോ? ഉണ്ടായിരുന്നു. ഇവിടെ അതെല്ലാം ഉണ്ടായിരുന്ന മണ്ണായിരുന്നു. 1400 വർഷങ്ങൾക്കപ്പുറം ഈ മണ്ണിൽ വെച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച 2-ാം ബാങ്ക് നടപ്പിലാക്കിയത്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തുന്ന കാലത്തല്ലേ തറാവീഹ് 20 റക്അത്ത് സ്ഥാപിച്ചത്. നിഅമൽ ബിദ്അത്തു ഹാദിഹി, ബിദ്അത്ത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞതല്ലേ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് നബി തങ്ങൾ അന്ന് നിസ്കരിച്ച റക്അത്തിന്റെ എണ്ണത്ര കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അത് സ്ഥാപിച്ചു. പിന്നെ പിൽക്കാലത്ത് ഈ പറയുന്ന മതയുക്തിവാദികൾ അത് 8 ഉള്ളൂ. എന്താ അടിസ്ഥാനം അതിനുള്ളത്? ആ അടിസ്ഥാനത്തിലല്ലേ മക്കയിലും മദീനയിലും തറാവീഹ് 20 നടത്തും. ഇന്നിപ്പോൾ കോവിഡിന് ശേഷം അവർ 8 ഏതായാലും നിൽക്കൂല, എന്തായാലും 13 സ്കെയിൽ അല്ലെ 10 സ്കെയിൽ. ഇപ്പോഴും അങ്ങനെ കോവിഡിൻ്റെ ശേഷം ഉണ്ടായതാട്ടോ മക്കയിലും മദീനയിലും ഈ ഉള്ളവന് ഓർമ്മയുണ്ട് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പോൾ അവരൊക്കെ ഉംറക്കാളെ കൊണ്ടുവന്നിട്ട് മക്ബറകളൊക്കെ കാണിച്ചു കൊടുത്തത്. അവിടെ ഒറ്റ മക്ബറയെ കെട്ടിപ്പൊക്കിയിട്ടില്ല, ഇവിടെ ജാറമില്ല, ഇവിടെ പിരിവില്ല, ഇവിടെ നേർച്ചല്ല, ഇവിടെ ഒറൂസില്ല എന്നൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കാണാം. തെറ്റിദ്ധരിപ്പിക്കലുകളാണത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ഖബറിൻ്റെ മുകളിൽ ഇന്നും കുബ്ബയുണ്ട്. അവിടുത്തെ ഖബറിൻ്റെ മുകളിൽ പച്ചക്കുബ്ബയുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കുബ്ബയേതാ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ മദീനയിലാണ്. ആ പച്ച അത് പൊളിക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബാക്കിയുള്ളതൊക്കെ പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവെന്താ? ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാൻ, വിശാലമായ 10,000-കണക്കിന് സ്വഹാബത്തുള്ള മഖ്ബറയിൽ ഇന്ന് പോയാൽ വിമർശകർക്ക് കാണിച്ചു കൊടുക്കതാ, ചൂണ്ടിക്കാണിച്ചു കൊടുക്കതാ, ഒറ്റ ഖബർ കെട്ടി പൊക്കി. അപ്പോൾ റസൂലുള്ള ജനിച്ച സഹാബത്തിൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് തെറ്റായ പ്രചരണം നടത്തുന്നവർ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഏകദേശം 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ആ ഒരു ഭരണത്തിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ, അഥവാ മക്ബറ പൊളിയന്മാരുടെ കയ്യിലേക്ക് വന്നപ്പോൾ ഒരുപാട് മക്ബറകൾ തട്ടി നിരത്തി. ഒരുപാട് മക്ബറകൾ ജന്നത്തുൽ ബഖിയയിൽ മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഖബറൊക്കെ എന്താ വെട്ടിപ്പൊക്കിയതായി. അതിന്റെ മുകളിൽ എടുപ്പുണ്ടായിരുന്നു. ഇന്നാ വസബതൻ അല്ലദീ യസ്തിബു ഖബറ ഉസ്മാൻ ബിൻ മദ്ഊൻ എന്നാണ് ഹദീസ്. സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൈ ജമ്പുകാർ ഉസ്മാൻ ബിൻ മദ്ഊന്റെ ഖബർ ചാടിക്കിടക്കുന്ന ആളുകളാണ്. ആ ഖബർ എന്താക്കിയത്? ഇബ്നു അബ്ദുൽ വഹാബ് പട്ടാളം ചെന്നിട്ട് എന്തായി? പട്ടാളം എന്താക്കി? അത് തട്ടിപ്പൊളിച്ച് നിരപ്പാക്കി. എല്ലാ മക്ബറകളും പൊളിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ മുഅല്ലയിൽ ബഹുമാനപ്പെട്ട മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്ബറ, അതിന് ആ ഖബറിൻ്റെ മുകളിലുള്ള കുബ്ബ അലൈഹി കുബ്ബ, ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ആ കുബ്ബയും പൊളിച്ചിട്ടു. അതൊന്നും ഇന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി നിങ്ങൾ നോക്കൂ, മക്കയിൽ നമുക്ക് അവസാനിപ്പിക്കാം. മക്കയിൽ
അതുപോലെ മദീനയിൽ മൗലിദ് പാരായണം ഉണ്ടായിട്ടുണ്ടോ? മീലാദാഘോഷം ഉണ്ടായിട്ടുണ്ടോ? ആരാണെങ്കിൽ ലോകത്ത് ആരാണ് ഈ മീലാദാഘോഷത്തെ എതിർത്തത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇവരുടെ ആചാര്യനുണ്ടല്ലോ, ഈ പറയുന്ന മതയുക്തിവാദികളുടെ അപ്പോസ്തലനായ തലവനായ ഇബ്നു തൈമിയ, അവർ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കുന്ന ഇബ്നു തൈമിയ പോലും പറഞ്ഞത് മൗലിദ് കഴിക്കുക എന്ന് പറയുന്നത് മീലാദ് ആഘോഷ പരിപാടി നടത്തുക എന്നത് ലഹും അജ്റുൻ അദീം, അവർക്ക് ചെറിയ കൂലി ഉണ്ടെന്നല്ല, വലിയ കൂലി, അജ്റുൻ അത് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാ? നമ്മളാളുകൾ ആരുമല്ല, സമസ്ത നേതാക്കന്മാരോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഇമാമിങ്ങളെ കുറിച്ചൊന്നല്ല, അതൊന്നും വേണ്ട. ഇവരുടെ നേതാവാണെന്ന് പരിചയപ്പെടുത്തുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇനി